സഭയ്ക്കകത്തും പുറത്തും കോൺഗ്രസിൽ നിന്ന് ആദ്യം ഉന്നയിച്ചത് മാത്യു കുഴൽനാടനാണ്. പിന്നീട് ഇത് ഏറ്റെടുക്കേണ്ടി വന്നു മറ്റു നേതാക്കൾക്ക് എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമാണ്. അപ്പോഴും മറ്റ് കോൺഗ്രസ് നേതാക്കളുടെ പേരും ചുരുക്കപ്പട്ടികയിൽ ഉണ്ടായിരുന്നു എന്നുള്ള ഒരു ഘട്ടത്തിൽ ചില സമയത്ത് മാത്രം ഇത് എടുത്ത് ഉപയോഗിക്കുന്നു എന്ന രൂപത്തിലേക്ക് കോൺഗ്രസ് നേതാക്കളും വന്നിട്ടുണ്ടെന്നുള്ള കാര്യം നമ്മുടെ മുന്നിലൊരു കാര്യമാണ്. ഇതിന്മേൽ ഇപ്പോൾ ഒരു കേന്ദ്ര ഏജൻസിയുടെ അന്വേഷണം നടക്കുന്നുണ്ട്. SFIO അന്വേഷണം നടക്കുമ്പോൾ മറ്റ് ഏജൻസികൾക്ക് അന്വേഷിക്കാൻ പറ്റില്ല എന്നൊരു സാഹചര്യം നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇങ്ങനെയൊരു SFIO അന്വേഷണം വന്ന ഘട്ടത്തിൽ ഇനി അത് കോടതിയിൽ നിർത്തണമോ എന്നുള്ള കാര്യം മാത്യു കുഴൽനാടന് ആലോചിക്കാമായിരുന്നു. അങ്ങനെ അത് ചെയ്തിട്ടില്ല. അപ്പോൾ അതിന്മേലുള്ള അന്വേഷണം പുരോഗമിക്കുന്നുണ്ട്. കഴിഞ്ഞ ഞായറാഴ്ച വരെയും ചോദ്യം ചെയ്യൽ നടന്നിട്ടുണ്ട് എന്ന് തന്നെയാണ് ഇതിന്മേൽ ഹർജി നൽകിയ ഷോൺ ജോർജ് പറഞ്ഞിട്ടുള്ളത്. സെപ്റ്റംബർ 31 ഈ ഏജൻസിയുടെ കാലാവധി കഴിയുന്നുണ്ട്. അപ്പോൾ അതിനു മുൻപ് തന്നെ അന്വേഷണത്തിൽ റിപ്പോർട്ട് നൽകുമെന്നും പറയുന്നു. ഇതിൽ പരാതിക്കാരൻ പറയുന്ന അനുസരിച്ച് എല്ലാ തലത്തിലേക്കും അന്വേഷണം പോകുമെന്നുള്ളതാണ്. മുഖ്യമന്ത്രിക്കും മകൾക്കും എതിരെ മാത്രമായിരിക്കില്ല എന്ന രൂപത്തിലും പറയുന്നു. അതുകൊണ്ട് ഇതിവിടെ അവസാനിക്കുന്നു, ഈ മാസപ്പടി കേസ് ഇവിടെ അവസാനിക്കുന്നു എന്ന രൂപത്തിൽ കാണേണ്ടതില്ല. മാത്യു കുഴൽനാടന്റെ നീക്കം അത് തിരിച്ചടിയിൽ അവസാനിച്ചിരിക്കുന്നു.